ഹായ് ഗായ്സ്, ഞാൻ മുന്നൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മധുഹൂത്താണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മധുഹൂത്ത് മസാല പൗഡർ വേണം. അതിന് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം എല്ലാ സ്പൈസസും ആഡ് ചെയ്യാം. സ്പൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള ചേർക്കുക. പിന്നെ ഞാനിവിടെ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. പിന്നെ 3 തക്കാളി പേസ്റ്റ് ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് 4 പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാൻ 4 എണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മധുഹൂത്ത് മസാല ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സ്കിന്നോട് കൂടിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചിക്കൻ ഒരു 75% കുക്കാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമ്മളത് വെന്ത ശേഷം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് സെല്ല റൈസ് ആഡ് ചെയ്യുക. ഞാനിവിടെ അരമണിക്കൂർ കുതിർത്ത് വെച്ച സെല്ല റൈസാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ മധുഹൂത്ത് മസാലപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നമ്മളിതൊരു 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.